പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. കോൺഗ്രസ് പ്രവർത്തകർ മിക്കപ്പോഴും അവരുടെ നേതാക്കന്മാരുടെ മക്കളോട് വല്ലാതെ സ്നേഹവും ഇഷ്ടവും വിധേയത്വവും ഒക്കെ ഉള്ള ആളുകളാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം അവർ പാർട്ടി പ്രവർത്തകരായിരുന്നപ്പോൾ ഇത്തരം നേതാക്കളിൽ നിന്ന് അർഹമായ പരിഗണന ലഭിച്ചിരുന്നു എന്നതാണ്. ഒരിക്കലും അവരെ കാണുവാൻ ചെല്ലുന്ന അവസരത്തിൽ ഉമ്മൻചാണ്ടി ആകട്ടെ, കരുണാകരനാകട്ടെ, കെ ആന്റണി ആകട്ടെ അവരെ വീടുകളിൽ നിന്ന് ആട്ടിപ്പായിക്കുന്ന ഒരു സമ്പ്രദായമില്ലായിരുന്നു. തങ്ങളുടെ പ്രവർത്തകർ എന്താണോ പറയുന്നത് എന്നവർ കേട്ടു. അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടു, ഇടപെടലുകൾ ഉണ്ടായി. ഒരുപക്ഷെ അതിൽ കുറവ് ഒരു ഇടപെടലുകളും കാരുണ്യമൊക്കെ കിട്ടിയിട്ടുള്ളത് കെ ആന്റണിയുടെ ഭാഗത്തു നിന്നായിരിക്കും. മറിച്ച് ഉമ്മൻചാണ്ടിയുടെയും കരുണാകരൻ്റെയും ഭാഗത്തു നിന്നൊക്കെ പ്രവർത്തകരുടെ നേതാക്കന്മാരായിരുന്നു അവരെന്ന് പറയാം. അതുകൊണ്ട് തന്നെ അവരുടെ മക്കളോടും കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് വല്ലാത്ത ഒരു സ്നേഹവും ഇഷ്ടവുമുണ്ട്. മുരളിയും ചാണ്ടി ഉമ്മനുമൊക്കെ ഇപ്പോഴും കോൺഗ്രസ് തന്നെ നിലനിൽക്കുന്നുവെങ്കിലും ആന്റണിയുടെ മകൻ അദ്ദേഹം അനിൽ ആന്റണി ഞറക്കിട്ട് BJPയിൽ പോകാൻ തീരുമാനിച്ചു. അദ്ദേഹം BJPയിലാണിപ്പോൾ. മുരളീധരൻ ഇടയ്ക്കൊന്ന് കോൺഗ്രസ് വിട്ടുപോയെങ്കിലും അതിനൊക്കെ പരിവേദനകളും സങ്കടങ്ങളും പറച്ചിലുകളുമായി കോൺഗ്രസിൽ മടങ്ങിയെത്തി. ഇപ്പോൾ അദ്ദേഹം ഇലക്ഷനിലൊക്കെ പരാജയപ്പെടുന്നുണ്ടെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അദ്ദേഹത്തിന് വളരെ വലിയ സ്ഥാനവും ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ചാണ്ടി ഉമ്മനോടും. പക്ഷേ അതിനേക്കാൾ ഉപരി കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസവും വിലയിരുത്തലും. നേതാക്കന്മാരുള്ള ഇഷ്ടത്തെക്കാളേറെ പലരും അവരുടെ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നുണ്ടാകാം. ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന നേതാവ് അത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഒരു ബ്രാൻഡ് പ്രൊഡക്റ്റ് മാത്രമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നുവെച്ചാൽ ഇപ്പോൾ നേതൃനിരയിലുള്ള ഷാഫി പറമ്പിലിൻ്റെയോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയോ ഒന്നും ഒരു നേതൃപാടവമോ അല്ലെങ്കിൽ പ്രാസംഗിക പരിചയമോ പ്രസംഗ പാടവമോ ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന നേതാവിനേക്കാൾ അല്പം മെച്ചമാണ് കോൺഗ്രസിൻ്റെ യുവതലമുറ എന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ആവിൻ വർക്കിയും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലുമൊക്കെ ഉൾപ്പെടുന്ന യുവതലമുറ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അണികളൊക്കെ അവരുമായിട്ടൊരു ആത്മബന്ധം സൂക്ഷിക്കുകയും അവരെ മിക്ക ഫംഗ്ഷനുകളിലും അല്ലെങ്കിൽ മിക്ക പാർട്ടി ചടങ്ങുകളിലേക്ക് വിളിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ചും ഷാഫി പറമ്പിലിന് രാഷ്ട്രീയത്തിന് അതീതമായ ഒരു ഇഷ്ടം കേരളത്തിലെ പൊതുജനങ്ങളുടെ ഇടയിലുണ്ട് എന്ന് പറയാം. അതൊരു പക്ഷേ അദ്ദേഹം സോഷ്യൽ മീഡിയയ്ക്ക് എങ്ങനെ ഉപയോഗിക്കണമെന്നറിയാവുന്നതിൻ്റെ ഒരു നയതന്ത്രജ്ഞരുടെ ഫലം കൂടിയായിരിക്കാം. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും ഒരു ഉമ്മൻചാണ്ടി ഇഫക്റ്റ് കോൺഗ്രസിൽ തിരികെ കൊണ്ടുവരുന്നതിന് കാരണമാകുന്ന നേതാക്കന്മാരാണ് മിക്കവരും. ഈ രണ്ടുപേരും പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട ആളുകളാണ്. ഇവർ രണ്ടുപേരും ജനങ്ങളുമായി വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്നു, വളരെ ഇടപഴകി നിൽക്കുന്നു. പാലക്കാടൊക്കെ നമ്മൾ വീഡിയോകളെ കാണുമ്പോൾ, ഇലക്ഷൻ സമയത്തുള്ള വീഡിയോകളെ കാണുമ്പോൾ ഓരോ വീട്ടിലും കടന്നു ചെന്ന് പേരെടുത്ത് വിളിച്ച് അവരുടെ തോളിൽ കൈകിട്ട് ജനങ്ങളുടെ ക്ഷേമത്തിലും ഐശ്വര്യത്തിലും സങ്കടത്തിലാണല്ലോ ഏറ്റവും പ്രധാനമുള്ള കാര്യം, ഒപ്പം നിൽക്കുവാൻ കഴിയുന്ന നേതാക്കന്മാരാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും എന്നത് തന്നെ വളരെ വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമുക്കറിയാവുന്നതുപോലെ 2000-ലും 2001-ലും ഒക്കെ ഇലക്ഷൻ 100-ലധികം സീറ്റുകൾ കിട്ടിയ കോൺഗ്രസ്സിന് പിന്നെ ഈ തമ്മിൽ തല്ലും കുത്തും പാരയും കരുണാകരൻ കെ ആന്റണി ഗ്രൂപ്പുകളുടെ തമ്മിൽ തല്ലുമൊക്കെ ആയിരുന്നു ഇത്ര വലിയ ഒരു ദുരവസ്ഥയിലേക്ക് എത്തിച്ചത്. കഴിഞ്ഞ 2 ടേമായിട്ട് കേരളത്തിൽ CPMൻ്റെ ഭരണമാണുള്ളത്. കോൺഗ്രസ്സിന് അധികാരത്തിൽ വരാൻ കഴിയുന്നില്ല. തുടർ ഭരണം CPMന് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം. പക്ഷേ അത് അതിജീവിക്കാനുള്ള തന്ത്രങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ചും VD സതീശൻ്റെ ഒരു ഇടപെടൽ, അദ്ദേഹത്തിൻ്റെയും ഒരു വളരെ കാര്യഗൗരവമായ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനവും യുവ നേതാക്കന്മാരുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡും അതുപോലെ KPCC പ്രസിഡൻറ്റിൻ്റെ ചുറുചുറുക്കുമൊക്കെ കോൺഗ്രസ് തിരിച്ചു വരുന്നതിനുള്ള ഒരു കാരണമായിട്ടുണ്ടെങ്കിലും CPMൻ്റെ സംഘടനാ പാഠവുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴും കോൺഗ്രസ് വളരെ പിറകിലാണ് എന്ന് പറയാം. കാരണം കോൺഗ്രസിൻ്റെ ഒരു സംഘടനാ പാഠവും ഇപ്പോഴും വളരെ ബേക്കിലാണെന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ബൂത്ത് കമ്മിറ്റികളൊന്നും പ്രവർത്തിക്കുന്നില്ല. അതൊക്കെ ഒന്ന് സജ്ജമാക്കിയാൽ മാത്രമേ കോൺഗ്രസ് അടുത്ത നിയമസഭാ ഇലക്ഷനിൽ അധികാരത്തിൽ വരുവാൻ സാധ്യതയുള്ളൂ. അതിനൊക്കെയാണ് ചാണ്ടി ഉമ്മൻ്റെ പോലെയുള്ള ആളുകളുടെ ചില കൊതിക്കെറിവുകൾ പുറത്തു വരുന്നത് എന്നാണ് ഏറ്റവും വേദനാജനകം. കാരണം ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന് എല്ലാ പരിഗണനയും ലഭിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെക്കാൾ സീനിയറായ ഒരുപാട് നേതാക്കന്മാരുണ്ടായിട്ടും ഉമ്മൻചാണ്ടിയുടെ പിൻഗാമി എന്ന രീതിയിൽ അദ്ദേഹത്തിന് പുതുപ്പള്ളി സീറ്റ് ലഭിക്കുന്നു. അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കുന്നു. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരാളായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ കേരളത്തിലെ
യുവ നേതാക്കന്മാരോടൊപ്പം ചേർന്ന് കോൺഗ്രസിൻ്റെ തിരിച്ചുവരവിന് ശക്തി പകരാതെ ചില കുതിക്കറിവുകൾ അദ്ദേഹം പത്രക്കാരോടും ചാനലുകളോടും പറയുന്നത് ആ പ്രസ്ഥാനത്തിൻ്റെ തിരിച്ചുവരവിനെ വളരെ ബാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ തമ്മിൽ കുത്തലുകളും ഈ പാരവെപ്പളുമൊക്കെ ജനങ്ങൾ മടുത്തു തുടങ്ങിയ ഒരു കാലഘട്ടത്തിലാണ് അവർ കോൺഗ്രസ് തിരസ്കരിച്ചത്. പക്ഷേ അതൊക്കെ മാറുകയാണ്. ഇപ്പോൾ ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിലിനെയും അബിൻ വർക്കിയും ഒക്കെ ആളുകൾക്ക് ഇഷ്ടമാണ് എന്നാണ് മിക്ക സോഷ്യൽ മീഡിയ കമൻറ്റുകളൊക്കെ കാണുമ്പോൾ വ്യക്തമാകുന്നത്. പ്രത്യേകിച്ചും CPMൻ്റെ ഒരു യുവ നേതൃനിരയുമായി കമ്പയർ ചെയ്യുമ്പോൾ കോൺഗ്രസിൻ്റെ നേതൃനിര താരതമ്യേന നല്ലതാണ്. യുവ നേതൃനിര ഞാൻ എക്സ്പെഷ്യലി പറയുന്നു. BJPയുടെയും CPMൻ്റെയും DYFIയുടെയും യുവമോർച്ചയുടെയും ഒക്കെ നേതൃനിരയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃനിര വളരെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ കാര്യഗൗരവമുള്ള ആളുകളാണ് എന്ന രീതിയിൽ ആളുകൾ സംസാരിക്കുന്ന ഒരു സാഹചര്യമാണിത്. പ്രത്യേകിച്ചും ഷാഫി പറമ്പിലിൻ്റെയൊക്കെ നല്ല പ്രകടനങ്ങൾ ലോക്സഭയ്ക്കകത്തും അതുപോലെ ജനകീയ വിഷയങ്ങളിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ നല്ല ഇടപെടലുകൾ, അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രസംഗങ്ങൾ, TV ചർച്ചകൾ, അദ്ദേഹത്തിൻ്റെ ജനങ്ങളുമായിട്ടുള്ള ലവലേശം അഹങ്കാരം ഇല്ലാതെയുള്ള ഇടപെടലുകളൊക്കെ അവരെയൊക്കെ ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യമായി നിർത്തുമ്പോൾ ചാണ്ടി ഉമ്മനെ പോലുള്ള ആളുകൾ വീണ്ടും ഇത്തരം ചെറിയ കുറ്റവും കുറവുകളും പറഞ്ഞ് അവരെ പ്രതിരോധത്തിലാക്കുന്നത് പ്രസ്ഥാനത്തിൻ്റെ തിരിച്ചുവരവിനെ സാരമായി ബാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ചും സരിനെ പോലുള്ള ആളുകൾ ചില കുറ്റങ്ങളൊക്കെ ആരോപിച്ച് പാർട്ടി വിടുകയാണ്. പ്രത്യേകിച്ചും ആ സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിലാണെന്ന് വ്യക്തമാണെങ്കിൽ പോലും ഈ അവസരത്തിൽ ചാണ്ടി ഉമ്മനും കൂടി ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം വിലയിരുത്തൽ. പ്രത്യേകിച്ചും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെ കേരള രാഷ്ട്രീയത്തിൻ്റെ വാഗ്ദാനങ്ങളാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മിക്കപ്പോഴും ഷാഫി പറമ്പിലിനെയൊക്കെ ഒരു വർഗീയവാദിയുടെ ചായ്വ് അല്ലെങ്കിൽ കൊടുക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ മതേതര പാരമ്പര്യമൊക്കെ വളരെ വലുതാണ്. അദ്ദേഹം അങ്ങനെയുള്ള ഒരു ആളല്ല എന്നതും വാസ്തവം തന്നെയാണ്. പ്രത്യേകിച്ചും വടകരയിലെ ഷാഫി പറമ്പിലിൻ്റെ പേരിൽ സൃഷ്ടിക്കപ്പെട്ട കാഫിർ സ്ക്രീൻഷോട്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുടെ പേരിൽ CPMും BJPയും അദ്ദേഹത്തെ വേട്ടയാടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പരിച്ഛേദനം അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പ്രതിരൂപമാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മനും കാണിക്കുന്നതെന്ന് ആണ് എൻ്റെ അഭിപ്രായം. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള നേതാക്കന്മാർ കോൺഗ്രസിൻ്റെ നിലനിൽപ്പിന് അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിന് അത്യന്താപേക്ഷിതമാണ് എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ മകനാണ്. ഉമ്മൻചാണ്ടി കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവാണ്. അദ്ദേഹത്തിലുള്ള ഇഷ്ടവും സ്നേഹവും ഒക്കെ കോൺഗ്രസ് പ്രവർത്തകർക്ക് എന്നും ചാണ്ടി ഉമ്മനോട് ഉണ്ടാകും. ആ കരുതലും സ്നേഹവുമൊക്കെ ചാണ്ടി ഉമ്മനോട് ഉണ്ടാകും. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ ഷാഫി പറമ്പിലുമൊക്കെ കോൺഗ്രസിൻ്റെ പുതു പ്രതീക്ഷകളായ നേതാക്കന്മാരാണ്. അവരും ഈ പ്രസ്ഥാനത്തിനൊപ്പം ഉണ്ടാകും എന്നു തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. എല്ലാവരും ചേർന്ന് കോൺഗ്രസ് പ്രസ്ഥാനത്തെ പുത്തൻ ഉയർച്ചയിലേക്ക് നയിക്കും എന്ന ഒരു പ്രാർത്ഥനയും വിശ്വാസവും എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കും എപ്പോഴും ഉണ്ടാകും എന്നാണ് ഒരു കോൺഗ്രസ് അനുഭാവി കൂടിയായ എൻ്റെ പ്രാർത്ഥനയും വിശ്വാസവും. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക. ജയ് ഹിന്ദ്.